ഇപ്പോൾ നമ്മൾ ഗയയിൽ പോകുന്നത് സീതാകുണ്ഡിലേക്കാണ്. സീതാകുണ്ട് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഗയയിൽ എത്തിയതാണ് പറയപ്പെടുന്നത്. ദശരഥ മഹാരാജാവിൻ്റെ പിതൃതർപ്പണത്തിനായിട്ട് രാമനും ലക്ഷ്മണനും സാധനങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്ത് സീതാദേവി ഫാൽഗു നദിക്കരയിൽ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും വൈകുന്നത് ഒഴിവാക്കാൻ സീതാദേവിയോട് ഫാൽഗു നദിയിലെ മണൽ ഉപയോഗിച്ച് ദശരഥ മഹാരാജാവിന് പിണ്ടം അർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിന് സാക്ഷികളായിട്ട് ഫാൽഗു നദിയും പശു, തുളസി, ബ്രാഹ്മണൻ, വടവൃക്ഷം എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീരാമൻ വന്നു കഴിഞ്ഞപ്പോൾ ഫാൽഗു നദിയും പശു, ബ്രാഹ്മണൻ ഇവരൊക്കെ ശ്രീരാമസ്വാമിയോട് കള്ളത്തരം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ. പക്ഷെ അവിടെ സാക്ഷിയായിട്ട് സത്യത്തിൻ്റെ കൂടെ നിന്നത്, സീതാദേവിയുടെ കൂടെ നിന്ന ആളാണ് വടവൃക്ഷവും തുളസി ദേവിയൊക്കെ. അതുകൊണ്ട് തന്നെ ഫാൽഗു നദിക്ക് ശാപം ലഭിക്കുകയും ചെയ്തു. ഈ ശാപം കൊണ്ട് മണൽ മാത്രമായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. എന്നാലോ മണൽ മാറ്റിയാൽ നമുക്ക് ശുദ്ധജലം ലഭിക്കുകയും ചെയ്യും. സീതാദേവി പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നിടത്ത് ദേവിയുടെ പാദമുദ്രകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എല്ലാ ഹിന്ദു ഭക്തരും എത്തുന്ന സ്ഥലമാണ് ഗയ. ഇവിടെ പിണ്ടദാനം അല്ലെങ്കിൽ ബലിതർപ്പണമൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു പുണ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കപ്പെടുന്നത്. ഇതാണ് നമ്മുടെ സീതാകുണ്ഡിലെ കാര്യങ്ങൾ. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ജയ് ശ്രീറാം.